പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണിത്. അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രമാത്രം അതപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇത്രയും വലിയൊരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഈ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം, ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. ശ്രീ ആരിഫ് ഹുസൈൻ, ഇതെങ്ങനെയാണ് ഭീകരവാദികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിലെന്തിനാണ് കോൺഗ്രസ് ഇത്ര വേർപ്പൊഴുക്കുന്നത്? ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നൊരു വിഷയമാണ്. അതായത് ഇവിടെ തീവ്രവാദത്തെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനെ അങ്ങനെ പറയരുത്, അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട്, അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിങ് ആണ്, അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പ്രധാനമായിട്ട് ഇപ്പൊ ഈ ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി, ജാതി ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷൻ 2047 ഡോക്യുമെന്റ്, അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യുമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ പാരറ്റ് ചെയ്യുക, ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ പാരറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സത്യത്തിൽ ഇവരുടെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് പറയണം, ആ ഒരു ശത്രുത അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അവിടെ പൊക്കി വെക്കേണ്ടത്? ഈ ജാതിയാണ്. അപ്പൊ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ, അതിന്റെ പേരുള്ള പെരുപ്പിച്ച കഥകളും പറഞ്ഞ് ആളുകളുടെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടയാണ്. എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്, പോയി ചത്തുടടാ എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിയുക. ഇത് ഉണർന്നു വരണം, ഇത് ഉയർന്നു വരണം, മാറണം എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തുക. ഈ കുടുംബവാഴ്ചയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ, ശശി തരൂരൊക്കെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ തിരിച്ചറിവാണ് അതിന്റെ കാരണം. ഈ തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ പറയാം. 100% ഞാൻ യോജിക്കുന്നു. പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണിത്. അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം ഉളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ കോൺഗ്രസ്സുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രമാത്രം അതപ്പതിച്ച ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്, പോവാൻ നോക്കടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും നാള് ഇവിടെ ഭരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലുമുള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അതപ്പതിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിന് വേണ്ടിയാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇവിടെ ശശി തരൂർ പറഞ്ഞ പോയിന്റാണ് ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നത്. അതായത് ഈ ഫാമിലി ആ ഒരു ലീനിയേജ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങൾക്കും അതൊരു കവറായിട്ട് മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ റെജീം പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ നടക്കുന്നത്? ഇതാണ് എന്റെ സംശയം. എന്താ ഉറക്കം വരുന്നു? കാരണം ഇങ്ങനെ ഈ മുതുമുത്തച്ഛൻ ഇങ്ങനെ പോയി ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം, ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അത് രണ്ട്, നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും, നിങ്ങളുടെ മുത്തച്ഛൻ ഇനി വലിയ IAS ഓഫീസർ ആയാലും ശരി, വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി, നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ്.
എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റില്ല, ഞാൻ മാറിയിരിക്കാം. അപ്പോ നിങ്ങളൊരു ഒരു ഡിസ്പാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ട്. അതാദ്യം നിങ്ങൾ മാറ്റൂ. ഡിസ്പാരിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ. അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ റീച്ച്, അവരുടെ എക്സ്പോഷർ, ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറും ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും പറയാൻ അറിയുന്ന ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അതിനെക്കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ, അത് മുത്തച്ഛൻ വലിയ രാജ്യസ്നേഹിയായിരുന്നു, അതുകൊണ്ട് അതൊക്കെ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. അതായത് ഇപ്പോ ഈ പറയുന്ന ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവർ മനഃപൂർവ്വം വളച്ചൊടിച്ച പോലെ തന്നെ മനഃപൂർവ്വം വളച്ചൊടിച്ച മറ്റൊരു വിഷയമുണ്ട്. അത് ഇവിടുത്തെ പൗരത്വ ഭേദഗതി വിഷയമാണ്. അതായത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഏതെങ്കിലും മുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയോ? ഞാനും ഒരു മുസ്ലിമായിട്ട് ജനിച്ച ആളാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ നിന്നോ നമ്മുടെ കുടുംബത്തിലോ എനിക്ക് അറിയുന്ന ആളുകൾ ഇവിടെ പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. ഒരാളെയും ഇവിടെ പുറത്താക്കിയതിന് ഒരു തെളിവ് പോലും ഇല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഒരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തിരിച്ചിട്ട് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടൊരു ഒരു ജീവനുള്ള ഒരു പ്രതിപക്ഷത്തിന് ഇവിടെ നിലനിർത്താൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പണിയെടുത്ത് കാണിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോട് വെക്കാനുള്ള ഒരു റിക്വസ്റ്റ്. വളരെ തെറ്റായ ദിശയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.